ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്യും. നാളൊരു സമയത്ത് വാറണ്ടിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് വാറണ്ടി കിട്ടുന്നതായിരിക്കത്തില്ല. നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചെറിയൊരു ജലദോഷക്കോളാണ്, സൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ മിറർ ഫോൾഡിംഗ് ഉള്ള വാഹനങ്ങളിൽ മിറർ ഫോൾഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മുമ്പിലുള്ളൊരു ZXi പ്ലസ് സ്വിഫ്റ്റ് ആണ്. ഞാനിതൊന്ന് ലോക്ക് ചെയ്യാണ്. രണ്ട് സൈഡിലെ മിറേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മിറേഴ്സ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോണം. ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു മിറർ ക്ലോസ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരല്പസമയം കൂടുതലെടുത്തു. നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് ഓപ്പൺ കൂടെ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിഫറൻസും കൂടെ നമുക്കൊന്ന് കൃത്യമൊന്ന് നോക്കിയേക്കാം. അപ്പം ഞാൻ ഏതായാലും വാഹനത്തിനകത്ത് കയറി രണ്ട് സൈഡ് കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കട്ടെ. യെസ്, ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ രണ്ട് സൈഡും കാണാം. ഞാൻ ഏതായാലും ഈ മിറർ ഒന്ന് ഓപ്പൺ ചെയ്യണം, നോക്കിക്കോണം. ഓക്കെ, അവിടെയും നമുക്ക് ഈ റൈറ്റ് സൈഡ് കുറച്ചൊരു താമസം എടുത്തിട്ടുണ്ട്. ഒരല്പം, ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രം. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ വ്യത്യാസം. ഇത് ശരിക്കും ഒരു കംപ്ലൈൻ്റ് ആണോ, ഈ ഒരു മിറർ മാറേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. കാരണം മിറർ എന്തുകൊണ്ട് ഈ സമയം എടുക്കുന്നു, ആ ഒരു മിറർ ഈ സമയം എടുക്കുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോട്ടേഴ്സാണ് വരുന്നത്. അത് ആ മോട്ടറിൻ്റെ വർക്കിങ്ങിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ശരിക്കും ഒരു ചെറിയൊരു ടൈം ലാഗ് വരുന്നത്. അതൊരു കംപ്ലൈൻ്റ് അല്ല, വളരെ വളരെ നോർമൽ തന്നെയാണ്. അത് ഈ പറയുന്ന പോലെ ചിലപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് അടഞ്ഞു വെച്ചും റൈറ്റ് സൈഡിൽ അടയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് വരുന്നതിൻ്റെ സ്പീഡ്, അതായത് ക്ലോസ് ആകുന്നില്ല, കുറച്ചൊരു പകുതിക്ക് വന്ന് നിന്ന് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോരുന്നില്ല, അത് നമ്മൾ കൈകൊണ്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു കംപ്ലൈൻറ്റ് തന്നെയാണ്. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ കണ്ടതുപോലെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ പ്രശ്നം മാത്രം കാണിക്കുന്നുള്ളെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് അല്ല, വളരെ 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 നോർമലാണ്. പിന്നെ ഈ മിറർ ഫോൾഡിംഗ് ഉള്ള വാഹനങ്ങളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്വിഫ്റ്റിന് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾഡ് ആവും. അല്ലാത്തതിന് സ്വിച്ച് വരുന്ന മോഡൽസ് ആയിരിക്കും വരുന്നത്, നോർമൽ ടൈപ്പ്. അപ്പം ഞാൻ പറയുന്ന സ്വിച്ച് വരുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്ക്, അതായത് വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒന്ന് വർക്ക് ചെയ്യിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം യൂസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്യും. നാളൊരു സമയത്ത് വാറണ്ടിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് വാറണ്ടി കിട്ടുന്നതായിരിക്കത്തില്ല. അന്നേരം കയ്യിലെ കാശ് മുടക്കി ഇത്രയും രൂപ മുടക്കി ഒരു ഏകദേശം ഒരു 4500 സംതിങ് ഈ ഒരു സെറ്റിന് ഫുൾ റേറ്റ് വരുന്നുണ്ട്. അത്രയും മുടക്കി മാറുന്നേ കഴിഞ്ഞാൽ നല്ല ഇടയ്ക്കൊന്ന് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വാഹനം കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചോണം. ആരെങ്കിലും പിടിച്ച് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ നല്ല ഫോഴ്സിനൊക്കെ ഒരു തട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ ലോക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. കാരണം വഴിയിലൊക്കെ നമ്മൾ പാർക്കേജും പോയതിന് ശേഷം പിന്നെ വന്ന് അൺലോക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മിറർ പിന്നെ വർക്ക് ചെയ്യാതെയൊക്കെ വരുന്ന ആരെങ്കിലും കൈകൊണ്ട് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ഒറ്റ ഫോഴ്സ് കൊണ്ട് തന്നെ അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലോക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.